ഹലോ കൂട്ടുകാരെ, അസ്സാം വലൈക്കും. അപ്പോൾ ദാ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് കൂടിയായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്ക് എല്ലാവരും ഒന്ന് തരണം കേട്ടോ. ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ. അതുപോലെ തന്നെ ഒരു 3 മിനിറ്റെങ്കിലും കുറഞ്ഞത് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഓടാനായിട്ട് കുറച്ച് പാടാണ്. അപ്പം എന്തായാലും ഒന്ന് പൊടി തട്ടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ വീഡിയോ ഒക്കെ പിടിക്കണമെന്ന് ഓർത്തിരുന്നേനെ കേട്ടോ. അപ്പോൾ ഉണ്ട് കറണ്ട് പോയി. അപ്പോൾ KCBന്ന് മെസ്സേജ് വന്ന് 9 മണിക്ക് പോയിട്ട് പിന്നെ 5 മണിക്കേ വരുള്ളൂ. എന്നാൽ പിന്നെ ഇനി പിറ്റേ ദിവസം എടുക്കാമെന്ന് ഓർത്തിങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു 4:45 ആയപ്പോൾ കറണ്ട് വന്നു കേട്ടോ. എന്നാൽ പിന്നെ ഒരു വീഡിയോ പിടിച്ചേക്കാം, എന്തായാലും ഇന്ന് പിടിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ എന്നോർത്ത് ഞാൻ എന്താ പെട്ടെന്ന് ഒരു വീഡിയോ പിടിച്ചതാണേ. അപ്പോൾ കുറേ തുണിയൊക്കെ മുറ്റത്തിട്ട് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പൊടിയുന്നുണ്ട്, കുറച്ച് ഉണങ്ങും കുറച്ച് ഉണങ്ങൂല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതാ ഇന്ന് എല്ലാ തുണികളും വിരിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം മടക്കി വെക്കേണ്ട അടുത്തൊക്കെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഇടുന്നതൊക്കെ ഒരിടത്ത് വെക്കും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇടുന്ന നല്ല തുണികൾ വേറെ അലമാരിയിൽ വെക്കും, അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ കട്ടിൽ 1-2 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വൃത്തിയാക്കി ഇടുവാണ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നൈറ്റി തുണിയുടെ. അപ്പോൾ അതിനകത്ത് ഈ നൈറ്റി ഉണ്ടല്ലോ, ഈ പീസ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും കൈയുടെ സ്ലീവിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ മിക്സ് ആൻഡ് മച്ചല്ലേ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ തയ്ച്ചു. ആ കറുത്ത പീസ് പാൻറ്റിനും ഇത് ടോപ്പിനും എടുത്തിട്ട് ഇങ്ങനെ പാൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് കൈയുടെ അവിടെയും കഴുത്തിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു ഡിസൈൻ പോലെയൊക്കെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇടാനൊക്കെ. അപ്പം വീട്ടിലൊക്കെ ഇടാൻ ഓർത്ത് തയ്ച്ചേനെ കേട്ടോ. അപ്പോൾ നൈറ്റി തുണി ആയതുകൊണ്ട് വലിയ വിലയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഞാൻ തയ്ക്കുന്നതുകൊണ്ട് എനിക്കത് ലാഭമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പെരയ്ക്കാക്കൊന്ന് ഒന്ന് തൂത്ത് വാരിയിടാന്ന് ഓർത്തു. രാവിലെ ഒരു തൂക്ക് കഴിഞ്ഞാണ്, പക്ഷേ നമ്മുടെ ഈ കതവിൻ്റെ ഇങ്ങനെ ഉളുത്തുളുത്തിങ്ങനെ വീഴുമല്ലോ, അങ്ങനെ വീഴുന്ന കാരണം പൊടിയാവും കേട്ടോ. പിന്നെ ആ പൊടി നമ്മൾ ചവിട്ടി ചവിട്ടി പെരയ്ക്കകത്തൂടെയൊക്കെ നടക്കുമ്പം പിന്നെ പെരയ്ക്കകത്ത എല്ലാം ആ പൊടിയായിരിക്കും. അപ്പം ഒന്ന് തൂത്തുവാരി ഇടാമെന്ന് ഓർത്ത് ഹാളിലാണ് കേട്ടോ കൂടുതലും. അപ്പോൾ ഹാള് മാത്രം ഞാനൊന്ന് തൂത്തുവാരി ഇടുവാണേ, അല്ലാതെ റൂമിലൊന്നും പ്രത്യേകിച്ച് ഒരുപാട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. പണ്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ പൊടിയേ ഇല്ലെന്ന് വേണം പറയാൻ. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, നമ്മുടെ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. വെറും ഹോളോ ബ്രിക്സ് ഇട്ട് കെട്ടിയിട്ട് തറയൊക്കെ കോൺക്രീറ്റ് മാത്രമല്ലേ ഉള്ളായിരുന്നു. ആ സമയത്തൊക്കെ തൂക്കുമ്പം പെരയ്ക്കകത്ത് നിൽക്കാൻ പറ്റില്ല, മൂക്കെല്ലാം പൊത്തി അങ്ങനെയൊക്കെ തൂക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പക്ഷേ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വിധത്തിലൊക്കെ ആയി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തൂത്തെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെക്കേഷൻ സമയം തൊട്ട് ഞാൻ മോളെ ഹിന്ദിയുടെ ട്യൂഷന് വിടുമായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ തന്നെ തൊട്ട് താഴത്തെ ഒരു വീട്ടിലൊരു കൊച്ചുണ്ട്, അവൾ പഠിപ്പിക്കും. അപ്പോൾ അവിടെ ട്യൂഷൻ വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ മോള് പോയപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, മച്ചി ഓട്സ് കാച്ചി വയ്ക്കണേ, എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയിട്ട് വാന്ന് പറഞ്ഞപ്പം ഇപ്പം സമയം ഏകദേശം ഒരു 5:30 ആയി, എന്തായാലും ഉടനെ വരും. അപ്പോൾ ഞാൻ ഓട്സൊക്കെ ഒന്ന് കാച്ചി വയ്ക്കാമെന്ന് ഓർത്ത് എടുക്കുവാണ് കേട്ടോ. ഇത് നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയ ഓട്സാണേ. 170 രൂപയായി. കുറേ മൾട്ടി ഗ്രെയിൻസ് ഒക്കെ ഉള്ളൊരു ഓട്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സംഭവം കൊള്ളാം. ഞാൻ ഒരു വട്ടം കാച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ 2ാമത്തെ തവണയാണ്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അധികം മധുരമൊന്നും ഇടേണ്ട കാര്യമില്ല, ഇതിനകത്ത് തന്നെ ചെറിയൊരു മധുരമുണ്ട്. പക്ഷേ നമുക്കൊരു ഇച്ചി കൂടെ വേണമെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പാലൊക്കെ പൊട്ടിച്ചെടുത്ത് കാച്ചെടുക്കാൻ പോവുകയാണേ. അവൾക്കാണെങ്കിൽ ഇപ്പോഴും ഈ ഓട്സ്, കുറുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓട്സ് കിട്ടിയതല്ല, അതിനെ ഇരുന്ന് പനലാക്കി കളയണ്ടെന്ന് ഓർത്ത് കാച്ചുവാണ് കേട്ടോ. ഞാനും കുറച്ച് കുടിക്കും, പിന്നെ കുറച്ച് അവൾക്കും കൊടുക്കും, അങ്ങനെയാണ് കേട്ടോ കുടിക്കും. നമ്മൾ 2 പേരോടെ കുടിക്കും. പിന്നെ എൻ്റെ ഇക്കാക്ക് പിന്നെ ഇതൊന്നും അങ്ങനത്തെ വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇതൊന്നും കാച്ചിയൊക്കെ എടുക്കട്ടെ. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സെൽഫി വീഡിയോ പോലെ ഒന്ന് പിടിച്ച് നോക്കിയതാണ് കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വേറെ ഏതോ അടുക്കളയിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു എനിക്ക് കാണുമ്പം. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ തട്ടും ഈ പിടിക്കുന്ന ബോട്ടിലും കുപ്പികളൊക്കെ, അതൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണെന്നാണ് കേട്ടോ പറയുന്നത്. വോയിസ് ഓവർ കൊടുത്തതാണ്, പക്ഷേ നമ്മുടെ ലവ് ബേഴ്സിൻ്റെ അലപ്പ് കാരണം ക്ലിയർ ആവുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാനങ്ങ് അല്ലാതെ ഇപ്പം തന്നെ അങ്ങ് പറയുന്നത്. ഞാൻ പഞ്ചസാര ഇടുമെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഞാൻ ചെറിയ സ്പൂണിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഉണക്കമുന്തിരിയാണേ. അപ്പോൾ എനിക്ക് കഴിഞ്ഞോട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ HB കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ ഉണക്കമുന്തിരിയൊക്കെ ഇങ്ങനെ കോത്തി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ രാത്രി ഇടുന്ന കാര്യം ഞാൻ മിക്ക ദിവസവും അങ്ങ് മറന്നു പോകും. അപ്പോൾ പിന്നെ ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെയൊക്കെ നിൽക്കുമ്പം ഞാൻ കാണുന്നിടത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം കാണുമ്പോൾ കുറച്ചിങ്ങനെ പറക്കി തിന്നും. എങ്ങനെയായാലും വയറ്റിലെത്തിയാൽ മതിയല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കടുംചായക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈകിട്ടായാലും 6 മണിയൊക്കെ ആവാറായി. അപ്പച്ചി കട്ടൻ ചായ കുടിക്കാൻ ഓർത്തു. ഇനി വൈകിട്ട് കുടിക്കാൻ നിന്നാൽ വന്നിട്ട് കുടിക്കാൻ നിന്നാൽ വരുമ്പോൾ എന്തായാലും 9 മണിയാവും. പിന്നെ കട്ടൻ ചായ കുടിച്ചാൽ പിന്നെ ചോറ് എടുപ്പൊന്നും നടക്കില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പോഴങ്ങ് കുടിക്കുവാണേ.
അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിമ്മ ഫോണിൽ വിളിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് സംസാരിക്കുവാണ്. ഉമ്മച്ചിമ്മ തൊട്ട് താഴെ എൻ്റെ കുടുംബ വീട്ടിലുണ്ടെങ്കിലും ഉമ്മച്ചിമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അതാണ് ഉമ്മച്ചിമ്മ. അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ കുറച്ച് പച്ചവെള്ളം പിടിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. വഴിയല്ല, ഞാൻ ഉടനെ തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാ ഓട്സ് തണുപ്പിക്കാനൊക്കെ വെക്കുവാണേ. അപ്പോൾ ഇതൊരു പരന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തണുക്കുമല്ലോ. അപ്പോൾ അവൾ വന്ന ഉടനെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. 6 മണി ആയി കേട്ടോ. ഇപ്പോൾ കയറി വരും. ഇനി വലിയ താമസമൊന്നുമില്ല. തണുക്കത്തിന് മുമ്പേ മിക്കവാറും അവൾ വരും. അപ്പം ഞാൻ വെള്ളം വേറൊരു പാത്രത്തിൽ ചൂടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതാ ഈ റേഷനരി ഉണ്ടല്ലോ, റേഷനരി ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റേഷനരി ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴുകിയിട്ട് കഞ്ഞിയൊന്നും വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ കുടിക്കാൻ. ഒരു കഞ്ഞോളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യമുള്ള അരി ഇട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ചൂട് നല്ലപോലെ പോണതിന് ശേഷമാണ് ഞാൻ കഴുകിയെടുത്ത് കഞ്ഞി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി കഞ്ഞിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്തത്. അപ്പം ഞാൻ എന്താ മോളെ കാത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് ഈ ഊഞ്ഞാലാട്ടൊക്കെയാണ് കേട്ടോ. നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ ഇതിനകത്തിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ട് ഉമ്മച്ചി താഴെന്ന് കയറിയിരുന്നേ. ആ താഴെ കാണുന്ന വീട് എൻ്റെ കുടുംബ വീടാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും പിന്നെ ഉമ്മച്ചിമായും ഉണ്ട് അവിടെ. അപ്പോൾ ഉമ്മച്ചി ഇതേപോലെ ഇങ്ങനെ വൈകിട്ടൊക്കെ കുറച്ച് നേരം കയറി വരും. അത് കണക്ക് രാവിലെയും കുറച്ച് നേരം വന്നിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ മോളക്കാത്തും കൂടി ഇരിക്കുവാണ്. അപ്പോൾ അതോ അവൾ വരുന്നുണ്ട്. വിശക്കുന്നേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞു മിണ്ടല്ലേ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അങ്ങ് ചിരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചി എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്, ഇനി കഴിച്ചാൽ മതിയെന്ന്. പിന്നെ എന്നെ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല അവൾ. അപ്പോൾ ഞാൻ എന്താ അവൾക്ക് എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നെ ഞാൻ കടിഞ്ചായ വെച്ചെന്ന് പറഞ്ഞില്ലേ, എനിക്ക് മോക്കൂടെ കണക്കാക്കിയാണ് വെച്ചത്. അപ്പോൾ കൊണ്ട് ഉമ്മച്ചി വന്നില്ല. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് ഞാനും ഒരു ഗ്ലാസ് ഉമ്മച്ചിക്കും കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എന്താ കടിഞ്ചായ എടുക്കാൻ പോയാണ് കേട്ടോ. പിന്നെ കടിഞ്ചായൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഈ ഊഞ്ഞാലാടാനാണെങ്കിൽ ഇവിടെ ഓരോരുത്തർ മത്സരമാണ്. ഉമ്മച്ചി ആടും, ഉമ്മച്ചിയുടെ അനിയത്തി ആടും, ആര് വന്നാലും ഇതിനകത്തിരുന്ന് ആടും കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് വാപ്പച്ചി പണിയും കഴിഞ്ഞൊക്കെ കയറി വന്നത് കേട്ടോ. അപ്പോൾ വാപ്പച്ചി എൻ്റെ അടുത്ത് ചോദിക്കുക എനിക്ക് കടിഞ്ചായില്ലേ എന്ന്. വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ തുടങ്ങിയാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വാപ്പച്ചിയുടെ വിചാരം എല്ലാവരും കാണുമെന്നാണ്. ഇപ്പം തന്നെ കാണും എന്നുള്ള രീതിയിലാണ് വാപ്പച്ചി ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ വാപ്പച്ചി സ്ഥിരം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാർ പോർച്ച്. വാപ്പച്ചി താഴെന്ന് ചോറും അതാണ് കാപ്പി, രാവിലത്തെ കാപ്പി എല്ലാം എടുത്ത് നേരെ വന്നിരുന്ന് സിറ്റൗട്ട് ഇരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. സിറ്റൗട്ടല്ല, സോറി, വാപ്പച്ചി കാർ പോർച്ചിൽ ഇരിക്കുകയുള്ളൂ. ഇത് വാപ്പച്ചിയുടെ ബൈക്കാണ്, അതിൻ്റെ അടുത്തൊരു കസേരയിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മളെല്ലാവരോടും ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് വൈകിട്ടത്തെ വിശേഷം. പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ വെക്കും. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേ.